മാറാട് കലാപത്തെക്കുറിച്ച് എ കെ ബാലൻ നടത്തിയ പ്രസ്താവന പിൻവലിക്കണമെന്നാവശ്യപ്പെടുകയാണ് വെൽഫെയർ പാർട്ടി. കേരള സമൂഹത്തോട് എ കെ ബാലൻ മാപ്പ് പറയണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ആവശ്യപ്പെട്ടു. വെള്ളാപ്പള്ളിയും എ കെ ബാലനും ഒരേ ലൈനിലാണ്, എല്ലാം പറയുന്നത് ഒരേ സോഴ്സിൽ നിന്നാണ് എന്ന ആരോപണവും റസാഖ് പാലേരി ഉന്നയിക്കും. സഖാവ് എ കെ ബാലൻ അദ്ദേഹത്തിന്റെ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം. കാരണം കേരളത്തിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും ഞങ്ങൾ ഭരണത്തിൽ നിന്ന് മാറിയാൽ എന്ന BJP-യുടെ ആ നരേഷൻ ഏറ്റെടുത്ത് കലാപാഹ്വാനം ചെയ്യുന്ന ഒരു സംഘമായി പ്രതിപക്ഷത്തെയും മറ്റുമൊക്കെ മാറ്റാൻ ശ്രമിച്ചാൽ അത് അപകടകരമായ രീതിയിലേക്കാണ് വഴി തുറക്കുക. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെയും എ കെ ബാലൻ്റെയും ഒക്കെ പ്രസ്താവന ഒരേ രീതിയിൽ പോകുന്നത് നമുക്ക് വിശകലനം ചെയ്താൽ കാണാൻ കഴിയും. ഇതൊക്കെ ഒറ്റ സോഴ്സിൽ നിന്ന് രൂപപ്പെടുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കണം. എ കെ ബാലൻ, വെള്ളാപ്പള്ളി അങ്ങനെ പേരുകൾ പരാമർശിച്ചുകൊണ്ടാണ് ഈ പ്രസ്താവനയിൽ തിരുത്ത് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വെൽഫെയർ പാർട്ടി നേതാവ് റസാഖ് പാലേരി രംഗത്ത് വന്നിരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നിരവധി ഏറെക്കുറെ സമാനമായ പ്രതികരണങ്ങളും ഏറ്റുമുട്ടലുകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അത്ര സുഖകരമല്ലാത്ത ആരോപണങ്ങളും ഒക്കെ ഉയർന്നതെന്ന് ഡി പ്രമേഷ് കുമാർ നമുക്ക് കമന്റ് ചെയ്യുന്നുണ്ട്. ശ്രീ പ്രമേഷ് കുമാർ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും ഇപ്പോൾ വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി, SDP ഇങ്ങനെ പല പേരുകൾ, സംഘടനകളുടെ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾക്ക് വേണ്ടിയും ചാപ്പകുത്തലിന് വേണ്ടിയും ഒക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച, അത്ര സുഖകരമല്ലാത്തൊരു തുടർച്ച ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? LDFും CPM, പ്രത്യേകിച്ച് CPM, ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ തന്നെ SDPI തുടങ്ങിയ കക്ഷികൾക്കെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ വളരെ കാലമായി ചെയ്യുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഈ പ്രചാരണം CPM തുടങ്ങിയിരുന്നു. അതായത് മുസ്ലിം ലീഗിനെ ഡയറക്റ്റായിട്ട് കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ ലീഗ്, SDPI, ഈ ജമാഅത്തെ ഇസ്ലാമി സംഘടനകളുമായി UDFനെ ബന്ധപ്പെടുത്തുന്ന പാലമാണ്. അതുകൊണ്ട് തന്നെ UDF ഈ രണ്ട് സംഘടനകളുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. വർഗീയ സഹകരണം അതെപ്പോഴും UDFനുണ്ട്. ഒരു ഭാഗത്ത് RSS BJPയുമായി ഒരു ലൈസൺ, മറുഭാഗത്ത് ഇത്തരം സംഘടനകളുമായി എന്ന പ്രതീതിയും രാഷ്ട്രീയ ആരോപണവും ഉയർത്താനാണ് LDF ശ്രമിക്കുന്നത്. പക്ഷേ അവിടെ ഒരു പ്രശ്നം വരുന്നത്, പലപ്പോഴും ഇത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ടും അതുപോലെ തന്നെ SDP-ക്കെതിരായിട്ടും അല്ലെങ്കിൽ ലീഗിനെതിരായിട്ടുമുള്ള പ്രചാരണം മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായ പ്രചാരണമാണെന്നും അത് RSSും BJP നടത്തുന്ന പ്രചാരണത്തിന് സമാനമാണെന്നുമുള്ള ഒരു മറുവാദം ഉയരുന്നുണ്ട്. അത് പലപ്പോഴും അക്കാര്യത്തിൽ LDF കുറെ കൂടി ഉറച്ച നിലപാടൊക്കെ സ്വീകരിക്കേണ്ടി അല്ലെങ്കിൽ വ്യക്തത വരുത്തേണ്ടി വരും. ഇപ്പോൾ എ കെ ബാലൻ ഇപ്പോൾ മാറാട് കലാപത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതിനകത്ത് കുറച്ചുകൂടി ജാഗ്രത പുലർത്തി വേണം സംസാരിക്കാൻ. കാരണം അന്ന് ആ കാലത്തൊക്കെ ജമാഅത്തെ ഇസ്ലാമി പിന്നെ CPMനെയൊക്കെ പിന്തുണച്ചിരുന്ന സമയം കൂടിയാണ് ഈ മാറാട് കലാപം നടക്കുന്ന സമയത്ത്. അന്ന് മാറാട് കലാപവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്. അന്ന് ഭരണത്തിലിരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ലീഗിനൊക്കെ അതിനകത്ത് പഴി കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും UDF ബന്ധം ഉയർത്തിക്കാട്ടി CPM പ്രചാരണം ശക്തമാക്കും എന്നാണ് ഇപ്പോൾ ഇന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നേരത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സമാനമായ പ്രചാരണം നടത്തി അത് തിരിച്ചടിച്ചു എന്നൊക്കെയുള്ള വിലയിരുത്തൽ CPMനുണ്ട് എന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ എ കെ ബാലൻ വീണ്ടും ആവർത്തിക്കില്ലായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ അവരുടെ ഒരു ട്രംപ് കാർഡ്, അവരുടെ ഇത്തവണത്തെ രാഷ്ട്രീയ പ്രചാരണം അതുതന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷ ഏകീകരണം UDFന് അനുകൂലമായി മലബാർ ജില്ലകളിലൊക്കെ വന്നതുകൊണ്ട് തന്നെ തെക്കൻ ജില്ലകളിൽ കണ്ണുവയ്ക്കുന്ന CPM ഒരുപക്ഷെ തന്ത്രപരമായി ഇത് ജമാഅത്തെ ഇസ്ലാമി, SDP വിരുദ്ധ പ്രചാരണം നിലപാട് കൂടി അതിൽ ഇന്ധനം പകർന്നു വെള്ളാപ്പള്ളിയിൽ നിന്നും ഒരു അകലം പാലിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ വിമർശകർ വെള്ളാപ്പള്ളിയുടെയും CPMൻ്റെയും നിലപാട് സമാനമാണ് എന്ന പ്രചാരണമാണല്ലോ ഇപ്പോൾ. അത്തരം പ്രതികരണമാണ് പോലും ഒരേ സ്വരമാണ്. എ കെ ബാലനും വെള്ളാപ്പള്ളിക്കും ഒരേ സ്വരം എന്ന നിലയിലാണ് അല്ലേ. അതുപോലെ തന്നെ പാർട്ടിയുടെയും പ്രതികരണമായി വന്നിരിക്കുന്നത്. ശരി, ഏതായാലും ഇക്കാര്യത്തിൽ തുടർ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ആരോപണങ്ങൾ, ചില സംഘടനകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ആരോപണങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു തുടർച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴും ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് പ്രധാനപ്പെട്ട നേതാക്കളുടെ ഇത്തരം പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമായി വരുന്നതും.